അതിന് ഞാനെന്ത് വേണം? എടി, നീ എന്തുകൊണ്ടാണ് എന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. അന്ന് എൻ്റെ ജോബിൻ്റെ ഒരു ഇതാന്ന് എനിക്കും അറിയാം. ഒരു തവണ ഞാൻ ഫോൺ എടുത്തപ്പോൾ നീ പറഞ്ഞതാണ്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിൻ്റെ ജോബിൻ്റെ ഇതിലാണെന്ന്. പിന്നെ നീ എന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. നിനക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതാണ് ഞാൻ നിന്നിട്ട് ദേഷ്യപ്പെട്ടത്. അതിൻ്റെ പേരിലാണ് നീ ഇപ്പം ഇങ്ങനെ നടക്കുന്നതെന്നും എനിക്കറിയാം. എന്തിനാ വെറുതെ നീ എന്നെ വിട്ട് പോയതിന് ശേഷം എനിക്ക് വേറൊരാളെ, നിന്നെ കണ്ട കണ്ണിൽ എനിക്ക് വേറൊരാളെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റിയിട്ടുമില്ല. അന്ന് നിന്നെ ആ റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അല്ലാണ്ടായി. ഇതിന് മാത്രം പ്രശ്നം നമ്മൾക്ക് ഇടയിലുണ്ടോ? സത്യം പറഞ്ഞാ ഞാനാണ് നിന്നോട് ബ്രേക്കപ്പ് പറഞ്ഞെങ്കിലും ഞാനാണ് ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരുന്നത്. പിന്നെ നീ മെസ്സേജ് ആക്കാണ്ടിരുന്നപ്പോ എനിക്കറിയാമായിരുന്നു നിന്റെ ജോലി തിരക്കൊണ്ടാണ് നീ എനിക്ക് മെസ്സേജ് ആക്കാത്തതെന്ന്. ഞാൻ അപ്പത്തെ ദേഷ്യത്തിന് ബ്രേക്കപ്പ് പറഞ്ഞതാ. അത് തിരുത്താൻ വേണ്ടി വിളിച്ചപ്പോ നീ ഫോൺ എടുത്തില്ല. അതിനുശേഷം എനിക്ക് ദേഷ്യമായി. പിന്നെ നീ മെസ്സേജ് അയക്കുമ്പോ ഞാൻ വെറുതെ ദേഷ്യപ്പെട്ടതാ. ഇപ്പൊ പോലെ ഞാൻ നിന്നേറ്റ് വെറുതെ ദേഷ്യപ്പെട്ടതാ. എനിക്ക് നിന്നെ എപ്പോഴും ഇഷ്ടാ. ഞാൻ നിന്നെ ഹഗ് ചെയ്തോട്ടെ? എന്താ ഇവിടെ? ഒന്നുമില്ല. പോടാ, ഞങ്ങളിവിടെ ഹഗ് ചെയ്യുന്ന കണ്ടീലേ. ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. നീ ഒന്ന് പുറത്ത് പോടാ നാറി. ഒന്ന് പോ അവിടുന്ന്. ഇവനെന്താ? നീ ഇത്രയൊക്കെ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല? എനിക്കിത് അറിഞ്ഞേ പറ്റൂ. നിങ്ങൾ തമ്മിൽ എന്താ? നീ ഇവിടെ ഇരി, ഞാൻ പറഞ്ഞുതരാം. എന്താ ഇവിടെ? ഒന്ന് പോയി നോക്കാം. ഹൈ, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഡി, ഞങ്ങള് വീണ്ടും സെറ്റായിടി. അതൊക്കെ അപ്പോ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കിത് അറിഞ്ഞേ പറ്റൂ. എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു തരടാ. എന്നാ നീ വേഗം ഒന്ന് പറ. എടാ നാറി, ഇത്രയൊക്കെ ഉണ്ടായിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത് സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നെന്ന്. അല്ല, ഈ കാര്യം അമ്മയും അച്ഛനും അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ഒരു കൂട്ടുകാരെ കൊണ്ട് നമ്മളെ കാര്യം ഉറപ്പിച്ചു വെച്ചല്ലായിരുന്നോ? ഓ പിന്നെ ഇങ്ങോട്ട് കെട്ടിക്കാൻ വരട്ടെ. ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ട് പോലുമില്ല. നീ വേണേം കെട്ടിക്കോ. രണ്ടാളുണ്ടെന്നല്ലേ പറഞ്ഞിരുന്നു. ഒരാൾക്ക് നിന്നി ഒരാൾക്ക് എണ്ണീന്നല്ലേ. ഒരാളെ നീ കെട്ടിക്കോ. നീ ഞങ്ങൾക്കും അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രൊപ്പോസൽ ഉണ്ടെന്ന്. ഇനിയിപ്പോ എന്തായാലും ഞാനാണ് കെട്ടൂല. എനിക്കാളുണ്ട്, നീ കെട്ടിക്കോ. നമുക്ക് മക്കളോട് കാര്യങ്ങൾ പറഞ്ഞാലോ? ഇവരത് ഇഷ്ടപ്പെടുന്ന നോക്കിയിരുന്നാല് ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. അവരേതായാലും സമ്മതിച്ചതായിരുന്നു നമ്മള് കെട്ടിക്കാന്ന് പറഞ്ഞപ്പോ. അപ്പൊ അത് സമ്മതിക്കുമായിരിക്കും. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അത് ശരിയാണ്, എല്ലാത്തിനും ഏജ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് കെട്ടിയാലും കുഴപ്പമുണ്ടാവില്ല, കെട്ടിയില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. എന്തായാലും നമുക്ക് കാര്യങ്ങൾ പറയാലോ. നിങ്ങളെ രണ്ടാളെയും അഭിപ്രായം എന്താ? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നമുക്ക് നോക്കാം, നമുക്ക് ചോദിക്കാം. എനിക്കും അതൊക്കെ തന്നെ, പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ആര് സമ്മതം കിട്ടിയാ പോരെ. എന്നാ മക്കളെ ഇങ്ങോട്ട് വിളിക്കാലേ? ആ, നീ വിളി. എന്നാ ഞാൻ വിളിച്ചോണ്ട് വരാം. എന്തിനാ വിളിച്ചേ? അതോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നാലിവിടെ ഒന്ന് ഇരുന്ന് പറ. നിങ്ങളോട് എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞറിയോ? ഈ വീട്ടിലേക്ക് വെറുതെ വരാൻ പറഞ്ഞല്ലേ? അല്ല. അല്ലേ? പിന്നെന്തിനാ? ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കല്യാണക്കാര്യം.
കല്യാണക്കാരിയോ? അമ്മ അത് നടക്കൂലോ, എനിക്കൊരു കുട്ടീനെ ഇഷ്ടാ. എന്തോന്ന്? നിങ്ങളോട് അന്നേ ചോദിച്ചല്ലേ നിങ്ങളെ മനസ്സിൽ ആരെയൊക്കെ ഉണ്ടോന്ന്. അച്ഛാ നടക്കൂല, അച്ഛാ നടക്കൂല, അതൊരിക്കലും നടക്കൂല. എനിക്കിത് ഇവളെ ഇഷ്ടം. എന്നെയോ? അല്ല സോറി, ആള് മാറി. ഇവള്. ശരിക്കും നിങ്ങൾ ഇഷ്ടത്തിലാണോ? ശരിക്കും അമ്മ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലമ്മ. ഇവരെ വേറെ കല്യാണം കഴിപ്പിക്കല്ല അമ്മ. അതെ അമ്മ, ഞങ്ങൾ സീരിയസ് ആയിട്ടാ പറഞ്ഞ, ഞങ്ങള് തമാശക്ക് പറഞ്ഞതല്ല, നിങ്ങൾ ചിരിക്കല്ല പ്ലീസ്. അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്ന? ഞങ്ങള് ട്രൂ ലവ് ആണ് അച്ഛാ. അല്ല, ഇവര് തമ്മില് ഒന്നുമില്ലേ? ഞങ്ങളുടെ ഇടയില് അങ്ങനത്തെ ഒരു ബന്ധമില്ല. ആണോ? എന്നാ ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഞങ്ങള് പറഞ്ഞ നിങ്ങളെ കെട്ടിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അത് ഇവരൊക്കെ തന്നെയാണ്. നിങ്ങളെ ഇങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിക്കുമെന്നാ പറഞ്ഞേ. അപ്പൊ ഇത്രയൊക്കെ സ്ഥിതിക്ക് നിങ്ങളെ അങ്ങ് കെട്ടിക്കാലേ. അപ്പം ഇവരും നിങ്ങളെ കാര്യം നിങ്ങൾ പേടിക്കുകയും വേണ്ട. നിങ്ങള് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞങ്ങക്ക് പ്രേമിച്ചൂടെ? എന്താ പറഞ്ഞേ? ഞങ്ങളെ കെട്ടിക്കുമെന്നോ? അമ്മ അത് നടക്കൂല അമ്മ. അതെന്താ നടന്ന? എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ ഞാൻ പോവാ. നീ അവിടെ നില്ല, നീ പോലെ. ഈ പെണ്ണിനെന്ത് പറ്റി? ഞങ്ങള് പറയുന്ന ആരെയും കെട്ടാന്നല്ലേ പറഞ്ഞേ, ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു? എടി നീ ഒന്ന് പറഞ്ഞു നോക്കാം. നീ പറഞ്ഞ ചെലപ്പോ കേക്കുമായിരിക്കും, ഞങ്ങള് പറഞ്ഞ കേക്കാൻ ഇനി ചാൻസ് ഇല്ല. അതെ, അവള് പോയി ചോദിച്ചിട്ട് അവള് നോ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ നിൽക്കണ്ട. അവളുടെയും കൂടി ലൈഫാ, അവൾക്കും ഉണ്ടാവില്ലേ അവളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ. ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ. നീയല്ലേ അമ്മയോട് അച്ഛയോട് പറഞ്ഞേ നിങ്ങൾ ആരെ കെട്ടാൻ പറഞ്ഞാലും ഞാൻ ആ ഒരാളെ കെട്ടൂന്ന്? എന്നിട്ട് നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ല. അതെന്താ ഒന്നും ഇല്ലാത്തേന്നാ ചോദിച്ചേ? നീ ഒന്ന് ഇവിടുന്ന് പോയി തരൂ. ഞാൻ വെറുതെ അങ്ങോട്ട് പോവാനല്ല ഇങ്ങോട്ട് വന്നേ. എനിക്ക് കാര്യം അറിയണം. കാര്യം പറ, എന്നിട്ട് ഞാൻ പോവാം. നീ കാര്യം പറഞ്ഞിട്ട് നിന്നെ ഇവിടുന്ന് വിടുവുള്ളൂ. എനിക്കൊന്നും പറയാനില്ലാന്ന് ഞാൻ പറഞ്ഞു. എന്താ നിനക്കെന്താ അവനെ ഇഷ്ടപ്പെട്ടില്ലേ? അല്ലെങ്കിൽ നിനക്ക് വേറെ റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ? നീ കാര്യം ഒന്ന് പറ. നീ ഇങ്ങനെ ഇരുന്നിട്ട് അമ്മ അച്ഛൻ എത്ര പേരെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നിന്നോട് ഇത് പറഞ്ഞതെന്നറിയോ? എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ. എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ട, എനിക്ക് എങ്ങനെയൊക്കെ നടന്നാ മതി. എന്തിനാ എന്നെ ഇങ്ങനെ പെട്ടെന്നൊക്കെ കല്യാണം കഴിപ്പിച്ചിട്ട്? എനിക്ക് ഇഷ്ടമല്ല, അവനക്കൊരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനും കെട്ടുന്നില്ലേ? നീ ഒരു റിലേഷനിലാണ്, അപ്പൊ നിങ്ങക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല കല്യാണം കഴിക്കുന്നതിൽ. ഞങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ റിലേഷൻ ഞങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല. അപ്പൊ പിന്നെ കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന് നിന്നോട് ആരാ പറഞ്ഞ നമ്മളിപ്പോ ഇതിനെ കുറിച്ച് കെട്ടിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കല്യാണക്കാരെ ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. എടി എനിക്ക് കല്യാണം വേണ്ട. എടി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പറ. നിനക്ക് എന്നെ ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമല്ലാതെ ആണോ? എന്നാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വേറെ വീട്ടിൽ പോയി, നീ വേറെ വീട്ടിൽ പോയി കല്യാണം കഴിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കടി. ഇപ്പൊ ഒന്ന് പറയുമ്പോ അവരും ട്വിൻസാണ്, നമ്മളും ട്വിൻസാണ്. നമ്മൾ രണ്ടാളും ഒരു വീട്ടിലേക്കല്ലേ പോവാ. എനിക്ക് നീ എൻ്റെ ഒപ്പം വേണടി. എടി നമുക്ക് രണ്ടാൾക്കും ഒരു വീട്ടിൽ പോവാടി. എന്ന് നമ്മൾ വേറെ ആകൂലല്ലോ. മറ്റേത് നമ്മൾ എത്ര അകൽച്ചയാ. ഒന്ന് പ്ലീസ് ഇടി, ഒന്ന് സമ്മതിക്കടി. നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇത് സമ്മതിക്കും, ഇല്ലെങ്കിൽ ഞാൻ പോവാം. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ ഇങ്ങനെയൊക്കെ പറയും. ഓക്കെ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇതും പറഞ്ഞ് ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. ബൈ, ഞാൻ പോവല്ലേ? എന്നാ നീ പറ, എനിക്ക് കുഴപ്പമില്ല. നീ ശരിക്കും പറഞ്ഞതാണോ? ഞാൻ ശരിക്കും പറഞ്ഞതാ. എന്നാ ഈ കാര്യം ഞാൻ അവരോട് പറയട്ടെ. ഹോ, അങ്ങനെ അതും സമ്മതിച്ചു. ഇനി കല്യാണത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലേ? നിങ്ങളെ രണ്ടെണ്ണത്തിൻ്റെയും റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. ചെല്ല്. അല്ല, ഇവനക്കൊന്നൊരു സന്തോഷമില്ലാത്ത മാരേജൊക്കെ അല്ലേ, അപ്പൊ ചെറിയൊരു ടെൻഷൻ. എന്നാ നിങ്ങൾ പോയി ഉറങ്ങാൻ നോക്ക്. നാളെ നേരത്തെ എണീക്കാനുള്ളതല്ലേ.
ഞങ്ങൾ ആ റൂമൊക്കെ ഒന്ന് പോയി മിനിക്കട്ടെ. ഞങ്ങൾ റൂമല്ലേ മെനക്കാൻ പോകുന്നത്, ഞങ്ങളവിടെ പോയി കിടക്കാനാ? നിങ്ങൾ ആ സോഫയിലെങ്ങാനും ഇന്ന് പോയി കിടക്ക്. ഒരു നൈറ്റ് അല്ലേ, നാളെ നമുക്ക് അവിടെ കിടക്കാം. എന്നിട്ട് രണ്ടിനും ഞാൻ റൂം കട്ടിപ്പിക്കൂല, 2 റൂമിലും എന്തായാലും ഇവിടെ കിടന്നോളി. ശരി. എടാ എന്താ? എടാ ഒരു ചെറിയ സീനുണ്ടടാ. നീ കാര്യം പറ. അവള് പ്രഗ്നന്റാടാ. ആരാവും? എടാ നിന്നോട് അന്നേ പറഞ്ഞതല്ല ഞങ്ങള്. എന്ത് ചെയ്യാനാടാ, ഒരുമിച്ചല്ലായിരുന്നടാ ഞങ്ങള്. നല്ലതന്നെ. എടാ എനിക്ക് പേടിയാവുന്നു. നീ എന്തേലും ഐഡിയ പറഞ്ഞുകൊണ്ടാ. പോലീസുകാരറിയും, വലിയ പ്രശ്നമാവും. ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അവൾക്ക് 17 വയസ്സേ ആയുള്ളൂ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് താടം നാറികളെ. അത് ശരി, ഞങ്ങൾ പറഞ്ഞിട്ടാണോ നീ? ഒന്നെങ്കിൽ കൊച്ചിനെ ഒഴിവാക്ക്. ഒന്ന് പോടാ എന്റെ കൊച്ച്. അല്ലാണ്ട് നീ ഇപ്പൊ എന്ത് ചെയ്യാനാ? എടാ എനിക്ക് പേടിയാവുന്നടാ. എന്നാ ഒന്നേ ഇനി ചെയ്യാൻ പറ്റും. അവൾക്കിപ്പോ 17 അല്ലേ, 18 ആവാനായിട്ടുണ്ടാവുമല്ലോ. 18 ആയ ഉടനെ തന്നെ നിങ്ങൾ പോയി കല്യാണം കഴിക്ക്. അപ്പൊ വലിയ പ്രശ്നം ഉണ്ടാവൂല. എടാ അതിന് അവളെ വീട്ടുകാര് സമ്മതിക്കൂലല്ലോ. എന്നാ നീ പോയി ജയിലിൽ കെട്. അല്ല പിന്നെ അയ്യോ അത് വേണ്ട. എന്നാ ഇവൻ പറഞ്ഞ പോലെ ചെയ്യ്. ഞാൻ എങ്ങനെയൊക്കെ പോയി ചോദിച്ചു നോക്കട്ടെ. മക്കളെ പാല്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. പാല്. നീ ഇവിടെ ഇരി. നിനക്ക് നിന്റെ ലൈഫിൽ എന്തെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ നീ എന്നോടത് പറയണം. ഒരു മടിയും കൂടാതെ. എന്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നിനക്ക് പറയാം. ഞാനതുപോലെ ആയിക്കോളാം. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറൊന്നും വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ആയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയൊക്കെ ആവണോ അങ്ങനെ നീ പറഞ്ഞാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല.
നീ ആയിട്ട് തന്നെ ഇരുന്നാ മതി. ഓക്കെ, എന്നാ നീ കിടന്നു. ശരി. ഏയ് എക്സ്ക്യൂസ് മീ, എന്താ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അയിന് അയിനോ? ഇങ്ങോട്ട് വാടി. ദിവ്യ എന്നെ ഒന്ന് ഹക്ക് ചെയ്യൂ. എന്നാ ഞങ്ങൾ ഇറങ്ങാം. മക്കളെ നല്ലപോലെ നിക്കണേ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിക്കരുത് ഇവരെ കൊണ്ട്. അവിടെ നിന്ന് തല്ലിവിടുന്ന പോലെ ഇവിടെ നിന്ന് തല്ലൊന്നും കൂടരുത്തിട്ടോ. അവരിവിടെ എങ്ങനെയാണേലും നിന്നോട്ടെ, അവര് വീട് തന്നെയല്ലേ ഇത്. ഞാൻ വെറുതെ പറഞ്ഞതാ. പിന്നെ ഞങ്ങളെ കാണണോന്ന് തോന്നിയ അപ്പൊ വിളിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് വരാം. ഓക്കെ അല്ലേ? മക്കളെ വാ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങാം. ശരി എന്നാ. എടാ മക്കളെ, എന്താണ് നിനക്ക്? എടാ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചടാ. അത് ശരി, എങ്ങനെ? അതൊക്കെ സെറ്റാക്കി മോനെ. അടുത്ത മാസം കല്യാണം വരികണ്ടി. അത് ഉറപ്പല്ലേ? നീ വിളിച്ചില്ലെങ്കിലും ഞങ്ങള് വരുമല്ലോ. എന്തടാ കുട്ടാ? അതെന്തിന്? എന്തോ ഉണ്ടായിക്കണല്ലോ രണ്ടാളും തമ്മില്. എന്താ കാര്യം പറ. അത് അരുണ്ട മോളല്ലേ, നിങ്ങക്ക് എന്തിനാടാ അവളെ? എന്താ ഇവിടെ ഭയങ്കര ഗൂഢാലോചനയാണല്ലോ. അതോ നമ്മൾ അരുണില്ലേ, അവന്റെ മോളെ ഇവർക്ക് രണ്ടിനും വേണം പോലും. ഭയങ്കര തല്ല ഇവിടെ നടക്കുന്നത്. ഓഹോ, അല്ലടാ നിങ്ങളൊരു വയസ്സിന് മൂത്തതല്ലേ അവള്, എന്നിട്ടാണോ? നിക്കുന്ന രണ്ടിനെ ഞങ്ങൾക്ക് കുളിപ്പിച്ച് വിട്ടല്ലേ. ബസ് വരും, ദിവ്യനോട് മാറ്റി തരാൻ മരിച്ചല്ലേ. ഞങ്ങൾക്ക് ടിഫിൻ ബോക്സ് റെഡിയാക്കാം. ഹായ്. എടാ മോനെ, നീ വല്ലതും അറിയുന്നുണ്ടോ? നിന്റെ മോളെ ഇതിന് രണ്ടിനും വേണം പോലും കല്യാണം കഴിക്കാൻ. അത് ശരി, അവിടെ കെറ്റെത്തിയോ കാര്യങ്ങള്? അല്ല, നിന്റെ ഭാര്യ ഇല്ലേ? ആ വരുന്നുണ്ട്. ആ പെണ്ണ് വരുമ്പോ ചാണകത്തി ചവിട്ടി ചെറുത്, അതിന്റെ കാലം അവിടെ ഒന്ന് കഴുകി കൊടുക്കുന്ന ഇപ്പൊ വരും. അത് ശരി, ഓടലടി. ഇപ്പൊ പോയി ചാണകത്തി ചവിട്ടിയോ പോരാഞ്ഞിട്ട് വീണ്ടും ഓടാ. അവിടെ നിക്കടി. രണ്ടിനും ഇന്ന് ക്ലാസ് ഉണ്ട്. ഇല്ലടി, ഇന്ന് ക്ലാസ് ഇല്ല. ഇന്നെന്തോ ഹർത്താൽ വന്ന് കേട്ട്. ഇവളെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അവരെ ഗ്രൂപ്പിൽ വന്നിട്ടില്ലേ? ആണോ? എന്നാ ഞാൻ നോക്കട്ടെ, ചിലപ്പോ വന്നിട്ടുണ്ടാവും. അവള് UKG അല്ലേ, ഇവര് LKG അല്ലേ, ചിലപ്പോ അവർക്ക് ഉണ്ടാവുമെങ്കിലോ. അതെങ്ങനാ? എല്ലാവർക്കും ലീവ് ആവൂലേ ഹർത്താലായ? വന്നിട്ടുണ്ടാവും ഗ്രൂപ്പില്, ഒന്ന് നോക്ക് പോയിട്ട്. വന്ന് നിന്റെ പെണ്ണിന് തീരെ ബഹുമാനല്ലേ എന്റെ അടുത്ത്. സാരല്ല, ചോദിച്ചു വാങ്ങിക്കല്ലേ നീ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കുള്ളതാണ്.